ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസംബറിൽ ഇച്ചിരി ട്രാവലും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. അതായിരുന്നു നമ്മുടെ വീഡിയോസ് ഇടയ്ക്കൊന്ന് സ്റ്റോപ്പായത്. അപ്പോൾ ഞങ്ങളുടെ ട്രാവൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിലത്തെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ട്രിവാൻഡ്രം പൂവാർ ഐലൻഡ് റിസോർട്ടിലൊക്കെ ഒന്ന് പോയി ജസ്റ്റ് വെക്കേഷൻ ഒന്ന് എൻജോയ് ചെയ്യാൻ പോയതായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വെച്ച സീരീസിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്, ലൈവ് സ്ട്രീമിങ്ങിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അപ്പോൾ ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാണ് ഒരു ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നത്, അതുപോലെ ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ലൈവ് സ്ട്രീമിങ്ങിന് പഠിച്ചിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ OBSനെ കുറിച്ചാണ് ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ. ഇപ്പോൾ OBS എങ്ങനെ ഉപയോഗിക്കാം, OBSൻ്റെ യൂസ് കേസ് എന്തൊക്കെയാണ്. അപ്പോൾ അതിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു യൂസ് കേസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം വീണ്ടും ലോക്ക്ഡൗൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2022 വീണ്ടും ഒമിക്രോൺ കാരണം ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. ഇനി ക്ലാസ്സുകളെല്ലാം ഓൺലൈനായിട്ടായിരിക്കും നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മീറ്റിലൊക്കെ ഓൺലൈൻ ക്ലാസ് നടത്തുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ OBS ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ട്യൂട്ടോറിയൽ. നിങ്ങൾ ലൈവ് സീരീസിൻ്റെ ആദ്യത്തെ സെക്ഷൻ കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അടിച്ചങ്ങ് പൊട്ടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ OBS ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ഗൂഗിളിൽ പോവുക, OBS എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. OBS സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഓപ്പൺ ബ്രോഡ്കാസ്റ്റർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ഏത് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് ആ പർട്ടിക്കുലർ സിസ്റ്റത്തിൻ്റെ ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ വിൻഡോസ് ആണ്, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വിൻഡോസിൽ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റലേഷൻ കണ്ടിന്യൂ ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടിത്, അതുകൊണ്ട് നമുക്ക് OBS ആദ്യമേ തന്നെ ഓപ്പൺ ചെയ്യാം. OBS നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് കിട്ടുന്നത്. അതിൽ ആദ്യമായിട്ടൊരു മെയിൻ സ്ക്രീൻ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് നമുക്കൊരു സീൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ സീൻസ് ആണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ പർട്ടിക്കുലർ ലൈവ് സ്ട്രീമിൽ നമുക്ക് എത്ര സീൻസ് വേണമെന്നുള്ളത്. ഇപ്പോൾ നിങ്ങളൊരു മൾട്ടിപ്പിൾ ക്യാമറ വെച്ചിട്ടാണ് ഈ ലൈവ് ഇവൻ്റ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോ സീനും ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ താഴത്തെ പ്ലസ് ഐക്കൺ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്ഷൻ ചോദിക്കും, പ്ലീസ് എൻ്റർ ദ നെയിം ഓഫ് ദ സീൻ. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ള സീൻസ് നമുക്ക് ആഡ് ചെയ്യാം. അത് ഒന്നാമത്തെ ഓപ്ഷനാണ്. പിന്നെ സീൻസിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് സോഴ്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ സോഴ്സസ് ആണ് നമ്മൾ ഓരോ സീനിലും എന്ത് പർട്ടിക്കുലർ കണ്ടൻറ്റാണ് വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് പ്ലസ്സിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അതിൽ ബ്രൗസർ ഓപ്ഷൻ ഉണ്ട്, ഔട്ട്പുട്ട് ക്യാപ്ചർ, ഓഡിയോ, കളർ, ഇമേജ്, സീന്, വീഡിയോ ക്യാപ്ചർ, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓഡിയോ മിക്സറാണ്. അതിൽ ഇവിടെ റെഡ് സിഗ്നലിൽ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയോ കണ്ണമാനം ഒരു ഹയർ ഫ്രീക്വൻസിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഓഡിയോ മിക്സറിൽ നോക്കിയിട്ട് വേണം നമ്മൾ എത്രത്തോളം വോളിയം നമ്മൾ സെറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ സീൻ ട്രാൻസിഷൻസ് നോക്കി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് കാണാം. ഫെയ്ഡ്, സ്വൈപ്പ്, അങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ സീൻ ട്രാൻസിഷനാണ് ഡിസൈഡ് ചെയ്യുന്ന ഒരു സീനിൽ നിന്ന് വേറൊരു സീനിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ട്രാൻസിഷൻസ് കൊടുക്കണം, എത്ര മില്ലി സെക്കൻഡാണ് ആ ട്രാൻസിഷൻ്റെ ലെങ്ത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾസ് കാണാം. സ്റ്റാർട്ട് സ്ട്രീമിങ്, സ്റ്റാർട്ട് റെക്കോർഡിങ്, വെർച്വൽ ക്യാമറ, സ്റ്റുഡിയോ മോഡ്, സെറ്റിങ്സ്, എക്സിറ്റ്. അപ്പോൾ അതിൽ സെറ്റിങ്സ് ഓപ്ഷനാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. ജനറൽ സ്ട്രീം, ഔട്ട്പുട്ട്, ഓഡിയോ, വീഡിയോ, ഹോട്ട് കീസ്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ജനറൽ സെറ്റിങ്സിൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്ട്രീമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് സർവീസിലേക്കാണ് സ്ട്രീം ചെയ്യുന്നതെന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് കാണാൻ പറ്റും. ഫേസ്ബുക്ക് ലൈവ്, റെഡ് സ്ട്രീം. ഇപ്പോൾ ഷോകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്ലാറ്റ്ഫോമാണ് ലൈവ് ചെയ്യേണ്ടത് ആ പ്ലാറ്റ്ഫോം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നൊരു ഓപ്ഷനുണ്ട്. അതല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് സ്ട്രീം കീ എടുത്തിട്ട് ആ സ്ട്രീം കീ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫേസ്ബുക്ക് ലൈവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് സെർവർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ട്രീം കീ ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്തതിന് ശേഷം കിട്ടുന്ന സ്ട്രീം കീ അതാണ്
നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഗെറ്റ് സ്ട്രീമിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് നമ്മുടെ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അത് ഒന്നാമത്തെ ഓപ്ഷനാണ്. മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ഔട്ട്പുട്ട് ഓപ്ഷൻസ് ആണ്. ഔട്ട്പുട്ടിലാണ് നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ട്യൂട്ടോറിയലൊക്കെ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ എവിടെ അത് സ്റ്റോർ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതുപോലെ വീഡിയോ സ്ട്രീം ചെയ്യുമ്പോൾ വീഡിയോ ബിറ്റ് റേറ്റ് എത്ര കിലോബൈറ്റ്സ് പെർ സെക്കൻഡിൽ നമുക്ക് സ്ട്രീം ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ റെക്കോർഡിംഗ് പാത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് പാത്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ആ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഫയൽ ജനറേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതുപോലെ റെക്കോർഡിംഗ് ഫോർമാറ്റ് ഓൾവേസ് നമ്മൾ MKV തന്നെ ഷൂട്ട് ചെയ്യാനായിട്ടാണ് നോക്കേണ്ടത്. സാധാരണ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ MP4 സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫയൽ സൈസ് ഒത്തിരി വലിയ സൈസിലേക്ക് പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ MKVയിൽ റെക്കോർഡ് ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കുക. പിന്നെ ഓഡിയോയിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് സാമ്പിൾ റേറ്റ് ആണ്, ചാനൽ സ്റ്റീരിയോ ആണോ മോണോ ആണോ, അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ചോദിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡിവൈസിൽ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത എല്ലാ ഓഡിയോ സോഴ്സും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഓഡിയോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ വീഡിയോ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയുടെ റെസൊല്യൂഷനാണ് ചെക്ക് ചെയ്യുന്നത്. ഏത് റെസൊല്യൂഷനിലാണ് ഈ വീഡിയോ നമ്മൾ സ്ട്രീം ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഹോട്ട് കീ എടുത്തു കഴിഞ്ഞാൽ ഓരോ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമുക്ക് ഇഷ്ടമുള്ള കീസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഷോർട്ട് കട്ട് കീ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സ്ട്രീമിങ്ങിന് നമ്മൾ റെഡി ആണെങ്കിൽ അതിന് നമ്മളൊരു കീബോർഡ് കീ നമ്മളിപ്പോൾ ഞാൻ ജസ്റ്റ് Shift+1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ Shift+1 ഞെക്കുമ്പോൾ എല്ലാം നമ്മൾ സ്ട്രീമിങ് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു കീ ഉപയോഗിക്കാം. ഇപ്പം നമുക്ക് കീ വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നെങ്കിൽ റിമൂവ് ചെയ്യുക, അതല്ലെങ്കിൽ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ പോകും. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഓരോ സീൻസിനും നമുക്ക് കീബോർഡ് ഷോർട്ട് കട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ സ്വിച്ച് ടു സീൻ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള സീൻസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി ഒരു സീനാണ് ആഡ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ സീൻ ഒരു സിംഗിളായിട്ട് വരുന്നത്. നമ്മൾ മൾട്ടിപ്പിൾ സീൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഈ കീബോർഡ് ഷോർട്ട് കട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മ്യൂട്ട് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഓഡിയോ മ്യൂട്ട് ചെയ്യാൻ അൺമ്യൂട്ട് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് കീസ് അസൈൻ ചെയ്യാം. പിന്നെ അഡ്വാൻസ്ഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫയൽ നെയിം ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നിങ്ങൾ OBS ഓപ്പൺ ചെയ്യുമ്പോൾ ഫയൽ നെയിം ഫോർമാറ്റിംഗ് എപ്പോഴും ഒരു ഡേറ്റ്, മന്ത്, ഇയർ പിന്നെ ടൈം ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇത് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും നമുക്കിത് ഫയൽ നെയിം നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ് പ്രധാനമായിട്ടും മേജറായിട്ടുള്ള ഓപ്ഷൻസ് വരുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സീൻസിലാണ് നമുക്ക് ഏതൊക്കെ സീൻസ് വേണമെന്ന് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം. നമ്മൾ ഈ സോഴ്സിൽ നമ്മൾ എല്ലാ ഓപ്ഷൻസും നമ്മൾ കവർ ചെയ്യുന്നില്ല. ഇന്ന് 2-3 ഓപ്ഷൻസ് മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. അതിൽ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിൻഡോസ് ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അപ്പോൾ വിൻഡോസ് ക്യാപ്ചറിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് വിൻഡോയിലാണോ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ വിൻഡോയിലെ എല്ലാ കാര്യങ്ങളും ഈ വിൻഡോസ് ക്യാപ്ചറിൽ ക്യാപ്ചർ ചെയ്യും. രണ്ടാമത്തത് വീഡിയോ ക്യാപ്ചർ ഡിവൈസാണ്. ഞാനത് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. വീഡിയോ ക്യാപ്ചർ ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ ക്യാമറയിൽ നിന്ന് വരുന്ന സിഗ്നൽസ് ഓട്ടോമാറ്റിക്കലി ക്യാപ്ചർ ചെയ്യുന്ന ഓപ്ഷനാണ് ഈ വീഡിയോ ക്യാപ്ചർ ഡിവൈസ്. പിന്നെ നമ്മൾ നോക്കുന്നത് ഡിസ്പ്ലേ ക്യാപ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഡിസ്പ്ലേ ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മുടെ ലാപ്ടോപ്പിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് അത് നമ്മൾ ക്യാപ്ചർ ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഡിസ്പ്ലേ ക്യാപ്ചർ ഞാൻ എനേബിൾ ചെയ്യുകയാണ്. ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ OBS ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ആ OBSൻ്റെ ക്യാപ്ചറാണ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. ജസ്റ്റ് അതിൽ ക്യാപ്ചർ മെത്തേഡ് വിൻഡോസ് 10 കൊടുക്കുക. ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ സീനിൽ നിന്ന് വേറൊരു സീനിലേക്ക് മൂവ് ചെയ്താൽ പോലും നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപ്ചർ ചെയ്യും. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ഡിസ്പ്ലേ മാറിക്കഴിഞ്ഞാലും ആ ഡിസ്പ്ലേയിൽ എന്ത് നടക്കുന്നോ അതോ നമുക്ക് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഡിസ്പ്ലേ ക്യാപ്ചർ അല്ലാതെയുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിൻഡോസ് ക്യാപ്ചറാണ്. നമ്മൾ ഗൂഗിൾ മീറ്റൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ വിൻഡോസ് ക്യാപ്ചറാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വിൻഡോസ് ക്യാപ്ചർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വിൻഡോസും നമ്മൾ ഡിസ്പ്ലേ ആവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു എഡ്ജിൻ്റെ പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്തു.
അപ്പോൾ നമ്മൾ വിൻഡോസ് ക്യാപ്ചറിൽ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് നോക്കി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. ന്യൂ ടാബ് എന്ന് പറഞ്ഞ എഡ്ജിൻ്റെ ഓപ്ഷൻസ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നമ്മൾ ഗൂഗിൾ മീറ്റ് അങ്ങനത്തെ മീറ്റിങ്ങുകളൊക്കെ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ മെജോറിറ്റി ഉപയോഗിക്കുന്ന ഈ വിൻഡോസ് ക്യാപ്ചറാണ്. അപ്പോൾ വിൻഡോസ് ക്യാപ്ചറിന് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ആ വിൻഡോസിൽ നടക്കുന്നത് അതെല്ലാം ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കും. മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മുടെ വീഡിയോ ക്യാപ്ചർ ഡിവൈസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ വീഡിയോ ക്യാപ്ചർ ഡിവൈസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ ക്യാമറയിൽ നിന്ന് വരുന്ന സിഗ്നൽസ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഡിവൈസിൽ ഞാനിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന എൻ്റെ ഡിജിറ്റൽ ക്യാമറയാണ്. ആ ഡിജിറ്റൽ ക്യാമറയിൽ നിന്ന് വരുന്ന സിഗ്നൽസ് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അതിൽ നമുക്ക് റെസൊല്യൂഷൻ നമുക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാം. ഞാൻ ഫുൾ HD റെസൊല്യൂഷനാണ് കൊടുക്കുന്നത്. ഇനി നമ്മളിവിടെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണോ ഈ നമ്മൾ വീഡിയോയിൽ പറയുന്നത് അത് നമുക്ക് ഒരു പുതിയൊരു വീഡിയോ ഫയലായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ മീറ്റ് ഹോസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇതുപോലെ വീഡിയോ ക്യാപ്ചർ ഡിവൈസ് ആഡ് ചെയ്തതിന് ശേഷമാണ് മീറ്റിങ്ങുകളൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെഷൻ നമ്മുടെ ചാനലിൽ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഗൂഗിൾ മീറ്റിൽ എങ്ങനെയാണ് നമുക്ക് ഇത് ഗൂഗിൾ മീറ്റ് റെക്കോർഡ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഗൂഗിൾ മീറ്റിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഗൂഗിൾ മീറ്റിലുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കുക. അത് റെഡിയായി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സെക്ഷൻ നമ്മൾ OBSൽ വന്നിട്ട് ആ വിൻഡോസ് പർട്ടിക്കുലർ വിൻഡോ ക്യാപ്ചർ ചെയ്യാനായിട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പ്ലസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു വിൻഡോസ് ക്യാപ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് വിൻഡോസ് ക്യാപ്ചർ സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പോൾ അതിൽ ഏത് വിൻഡോ ആണ് ക്യാപ്ചർ ചെയ്യേണ്ടതെന്ന് നമുക്ക് ചോദിക്കും. അപ്പോൾ അതിനകത്ത് ഞാൻ മൈക്രോസോഫ്റ്റ് എഡ്ജിൽ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഗൂഗിൾ മീറ്റിൻ്റെ വിൻഡോ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഗൂഗിൾ മീറ്റിൽ ലോഗിൻ ചെയ്യുന്ന എല്ലാ ആളുകളുടെയും ഓഡിയോ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓഡിയോ ഔട്ട്പുട്ട് നമ്മളിവിടെ ആഡ് ചെയ്യണം. ജസ്റ്റ് ഓഡിയോ ഔട്ട്പുട്ട് ക്യാപ്ചർ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ അതിൽ ഡിഫോൾട്ടായിട്ട് നമ്മൾ ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെഡ്ഫോണിലേക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ നോർമൽ സ്പീക്കറിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ഹെഡ്ഫോണിലേക്കാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. പിന്നെ നമുക്ക് വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരുടെ സൗണ്ട് മാത്രം ക്യാപ്ചർ ചെയ്താൽ പോരാ, നമ്മളെന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഇതിനകത്ത് ക്യാപ്ചർ ചെയ്ത് വരണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓഡിയോ ഇൻപുട്ടും കൂടെ ആഡ് ചെയ്യണം. ആ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്കാണ്. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു മൈക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, അത് ആഡ് ചെയ്യുക. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഓഡിയോ സോഴ്സ് ഇവിടെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റാർട്ട് റെക്കോർഡിങ് കൊടുക്കാം. ജസ്റ്റ് സ്റ്റാർട്ട് റെക്കോർഡിങ് കൊടുക്കുക. പിന്നെ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് പുതിയൊരു മീറ്റിംഗ് സെറ്റ് ചെയ്യുക, ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് സെറ്റ് ചെയ്യുക. ഇതിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ വൈഫും കുഞ്ഞുമാണ്. അപ്പോൾ അവർ ഈ മീറ്റിങ്ങിലേക്ക് ലോഗിൻ ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് കോപ്പി ചെയ്ത് ഞാൻ ലിങ്ക് അവർക്ക് അയക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനൊപ്പം തന്നെ നമ്മളിവിടെ വീഡിയോ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്ത് വരുന്നതെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കുഞ്ഞിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. കുഞ്ഞ് ഹായ് ഹായ് പറയൂ. അച്ഛന് ഹായ് പറയൂ. ഹായ് 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 ഹായ്. എല്ലാവർക്കും ടാറ്റ കൊടുത്തരേ എല്ലാവർക്കും. ബായ് ബൈ ബായ് ബൈ ബായ് ബൈ ബൈ ബായ്. അപ്പോൾ നമ്മുടെ മീറ്റിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്ത് നോക്കാം. സ്റ്റോപ്പ് ചെയ്തിട്ട് അതെങ്ങനെയാണ് വീഡിയോ വരുന്നത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ സ്റ്റോപ്പ് റെക്കോർഡിങ് കൊടുക്കുകയാണ്. ഫയലിൽ ജസ്റ്റ് റെക്കോർഡിങ് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെയാണ് നമ്മൾ ആ വീഡിയോ സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കുഞ്ഞിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. കുഞ്ഞു ഹായ് ഹായ് പറയൂ. അച്ഛന് ഹായ് പറയൂ. ഹായ് 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 ഹായ്. എല്ലാവർക്കും ടാറ്റ കൊടുത്തരേ എല്ലാവർക്കും. ബായ് ബൈ 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 ബൈ. വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള എന്നാന്ന് വെച്ചാൽ നമ്മൾ ഓഡിയോ ഇൻപുട്ടും ഔട്ട്പുട്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മറ്റാൾക്കാർ സംസാരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ എന്തെങ്കിലും
മീറ്റിങ്ങിൽ നമുക്ക് പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞതിന് ശേഷം നമ്മൾ OBSൽ വന്നിട്ട് ഓഡിയോ ഇൻപുട്ട് മ്യൂട്ട് ചെയ്ത് വയ്ക്കണം. ഇല്ലെങ്കിൽ എന്നാ പ്രശ്നം പറ്റണമെന്ന് വെച്ചാൽ ഈ നമ്മൾ അതിനിടയ്ക്ക് വേറെ ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ റെക്കോർഡിങ്ങിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനകത്ത് നമ്മൾ മീറ്റിങ്ങിൽ മ്യൂട്ടാക്കിയാൽ പോലും നമ്മൾ OBSൽ വന്നിട്ടും കൂടെ നമ്മൾ മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കണം നമ്മൾ സംസാരിക്കാത്ത സമയത്ത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് മറ്റുള്ളവരുടെ ഇത് കൃത്യമായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും ഇവിടെ സംസാരിക്കുകയാണെങ്കിൽ അതും കൂടെ വീഡിയോയിലേക്ക് വരും, സൗണ്ടായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്താണോ പറഞ്ഞ് കഴിയാനുള്ളത് അത് കഴിഞ്ഞ് അത് പറഞ്ഞതിന് ശേഷം ജസ്റ്റ് നമ്മുടെ മൈക്ക് നമ്മൾ ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. സാധാരണ നമ്മൾ സ്ക്രീൻ റെക്കോർഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഏത് പുതിയ വിൻഡോ ഒക്കെ എടുത്താൽ അതും മീറ്റിങ്ങിൽ അത് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ആ വിൻഡോയിൽ എന്താണോ നടക്കുന്ന ആ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. തീർച്ചയായിട്ടും പേരൻസിനെല്ലാം ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ക്ലാസ് കുട്ടികൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തില്ല, അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പേരൻസിന് വേണമെങ്കിൽ ക്ലാസ്സുകൾ കണ്ടിട്ട് അവരുടെ ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്യാം. തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള അറിവുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ OBSന് തന്നെ മറ്റൊരു യൂസ് കേസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും താങ്ക് യു.